വേദഭാഗത്തിന്റെ പ്രത്യേകത ഹല്ലേലൂയ വിരിച്ചൊരുക്കിയ മാളികയിൽ കർത്താവ് തനിക്കുള്ളവരോട് മാത്രമായി സംസാരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളോട് വായിച്ച് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. 11 ശിഷ്യന്മാരും കർത്താവും തനിയെ ആ മുറിയിലായിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയോടെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നതാണ്. അവർ തനിയെ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ തനിക്കുള്ളവരോട് മാത്രമായി കർത്താവ് അരുളി ചെയ്ത വേദഭാഗമാണ് ഇന്ന് പോയിക്കാലം നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളുവാനായിട്ട് ഇടയായിത്തീരും. ഇതിനു മുമ്പ് ഇതിൻ്റെ വേറൊരു ഭാഗം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ. അപ്പോൾ എന്നാൽ ഇന്ന് പോയിക്കാൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെയും വന്ന് നമ്മളെ ചേർത്ത് കൊള്ളുന്ന ഒരു കർത്താവ്. കർത്താവിൻ്റെ ഒരു വാഗ്ദത്തമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു മഹനീയ നിമിഷമെന്ന് പറയുന്നതാണ് കർത്താവ് പിന്നെയും വന്ന് നമ്മളെ ചേർക്കുക എന്നുള്ള വാഗ്ദത്തം എന്ന് പറയുന്നത്. വേദപണ്ഡിതന്മാർ ഇതിനെ ഉൾപ്രാവണമെന്നും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെന്നും മേഘപ്രത്യക്ഷതയെന്നും ഒക്കെ അതിനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. മഹത്വ പ്രത്യക്ഷതയും മേഘപ്രത്യക്ഷതയും ഒന്നും സ്ഥാപിക്കുവാനോ സ്ഥിരീകരിക്കുവാനോ അതിനെക്കുറിച്ച് പറയുവാനായിട്ടല്ല ഞാൻ വന്നത്. മറിച്ച് ഹല്ലേലൂയ, കർത്താവ് വരുമ്പോൾ കർത്താവിൻ്റെ വരവ് മുഖാന്തരമായിട്ട് ദൈവ മക്കൾക്ക് ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങൾ കർത്താവ് അവിടെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പോയതുപോലെ മടങ്ങി വരികയും അപ്പോൾ തൻ്റെ ജനത്തിന് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ നമുക്ക് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ഹല്ലേലൂയ. അതാണ് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു: തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി എന്ത് ചെയ്യും? കർത്താവ് മടങ്ങി വരുവാനായിട്ട് ഇടയില്ല. അങ്ങനെയല്ലേ വായിക്കുന്നത്? അല്ലെങ്കിൽ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് എന്ത് ചെയ്യും? പ്രത്യക്ഷനാകുവാനായിട്ട് ഇടയെത്തി. അപ്പൊ കർത്താവ് തന്നെ തൻ്റെ വായാൽ മൊഴിഞ്ഞ കാര്യങ്ങളെ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തീയ വിശ്വാസികളെ ഉറപ്പിക്കേണ്ടതിനായിട്ട് ഒരിക്കൽ കൂടി എന്ത് ചെയ്യുകയാണ്? ഓർമ്മപ്പെടുത്തുകയാണ്. എബ്രായയിലുള്ള ദൈവമക്കളോടും ശേഷം ക്രിസ്തുവിലായിരിക്കുന്ന നമ്മളോട് ഓരോരുത്തരോടുമായിട്ട് പറയുകയാണ്: തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ എന്ത് ചെയ്യും? വീണ്ടും വരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. കർത്താവിന്റെ വീണ്ടും വരവ്, മടങ്ങി വരവ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രത്യാശ നൽകുന്ന ഒരു ഭാഗമാണ്, അല്ലേ? ഹല്ലേലൂയ. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഈ ക്രിസ്ത്യാനിത്വത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു വലിയ പ്രത്യാശയാണ്, അല്ലേ? തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ? കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും, പിന്നെ ഇത് നമുക്കുള്ള പ്രത്യാശ വാക്ക്, ഇത് കാണാതെ പഠിക്കേണ്ട ഒരു വാക്യം എന്ന് പറഞ്ഞ എല്ലാവരും ദൈവത്തിന്റെ കാഹളത്തോടു കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവനെ എതിരേൽപ്പാൻ ആകാശങ്ങൾ. ഈ വാക്യം ഒരിക്കലും എത്തിക്കരുത്, മറക്കരുത്. കാരണം ഹല്ലേലൂയ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രത്യാശയെ ഓരോ ദിവസവും പുതുക്കുന്ന ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കർത്താവ് മടങ്ങി വരും എന്നുള്ളത് ഉറപ്പായ ഒരു വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. അതിനൊരിക്കലും എന്ത് ചെയ്യുകയില്ല? മാറ്റം വരികയില്ല. അതിന് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. അത് മാറ്റി വെക്കുന്നതല്ല, അത് ഒരിക്കലും സംഭവിക്കാത്തതല്ല. കർത്താവിന്റെ
ആമീൻ വായാൽ കർത്താവ് തന്നെ അരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ ഏറ്റവും വലിയേറിയതാണ് ഞാൻ മടങ്ങി വരും എന്നുള്ളത്. ഹല്ലേലൂയ. മടങ്ങി വരിക മാത്രമല്ല, ഹല്ലേലൂയ, മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ദൈവവചനം പറയുന്നു, ഹല്ലേലൂയ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എന്ത് ചെയ്യും? ചേർത്ത് കൊള്ളുവാനായിട്ട് ഇടയായിത്തീരും. വാഗ്ദാനം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, തനിക്കായി കാത്തിരിക്കുന്ന ഭക്തന്മാർ, തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ, തനിക്കായി ആമേൻ കാത്തിരിക്കുന്ന, തങ്ങളെ തന്നെ നിർമ്മലീകരിച്ചും ശുദ്ധീകരിച്ചും വിശുദ്ധിയോട് തങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന ഏതൊരു ഭക്തനും ഹല്ലേലൂയ പ്രത്യാശ നൽകുന്ന വാക്കുകളാണ് നമ്മുടെ കർത്താവ് വീണ്ടും വരും എന്നുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വീണ്ടും വരികയും ചെയ്യും. ഹല്ലേലൂയ. അവൻ നമ്മെ എന്ത് ചെയ്യും? ചേർക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങൾ, ഹല്ലേലൂയ, ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മറ്റു അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പലവിധമായ സാക്ഷ്യങ്ങൾ. കഴിഞ്ഞ ദിവസം ജോണി സാറിന്റെ ഭവനത്തിൽ നമ്മൾ പ്രാർത്ഥന കടന്നു ചെന്നപ്പോൾ പ്രിയ അത്ഭുതരും ഒക്കെ പറഞ്ഞ സാക്ഷ്യം, ഹല്ലേലൂയ, എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. ഹല്ലേലൂയ. ദൈവം വളരെ പ്രയാസങ്ങളുടെ ഘട്ടത്തിലൊക്കെ ആമേൻ കടന്നു പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവിടെ നിന്നൊക്കെ ദൈവം എന്ത് ചെയ്തു? വിടുവിച്ച് ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അത് ക്രിസ്തുവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ ലോകത്തിൽ ദൈവം നമ്മളെ മാനിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ഹല്ലേലൂയ. ഒരിക്കലും നമ്മൾ നിന്ദിതരായി തീരുവാൻ ദൈവം എന്ത് ചെയ്യില്ല? അനുവദിക്കില്ല. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ആമേൻ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആമേൻ ജീവിതത്തിന് ആധാരമായ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? ദൈവം നമുക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ നമ്മൾ ഇന്ന് ഇവിടെ വായിച്ച വേദഭാഗത്തിൽ അവൻ കർത്താവ് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങളെ കുറിച്ച് വേഗത്തിൽ അവൻ പറഞ്ഞ് ഞാൻ ഇരിക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അവൻ അതിന്റെ രണ്ടാമത്തെ വാക്യം നമ്മൾ വായിച്ച വേദഭാഗത്തിലെ തന്നെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. അടുത്ത ഭാഗം പറയുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് തന്നെ എന്ത് ചെയ്യും? നിങ്ങളെ ഇരുത്തുവാനായിട്ട് ഇടയായിത്തീരും. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആമേൻ, ഒന്നാമത്തെ നമുക്കുള്ള വാഗ്ദത്തം അല്ലെങ്കിൽ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആമേൻ കർത്താവ് ഇരിക്കുന്ന ഇടത്ത് തന്നെ നമ്മളെ എന്ത് ചെയ്യും? ഇരുത്തുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? സ്ഥലമൊരുക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നമുക്ക് സ്ഥലമുണ്ടാകാം, നമുക്ക് വീടുണ്ടാകാം, ആമേൻ, നമുക്ക് അങ്ങനെ നമ്മുടേതാന്ന് പറയുന്ന പലതും ഉണ്ടാകാം. ഹല്ലേലൂയ. എന്നാൽ അതൊക്കെ എന്ത് ചെയ്യണം? ഇവിടെ ഉപേക്ഷിച്ച് നമ്മൾ പോകേണ്ടതാണ്. നമ്മുടെ ഈ ക്ഷണികമായ ജീവിതത്തിൽ ഹല്ലേലൂയ നേടുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടത്. എന്നാൽ ഹല്ലേലൂയ ആമേൻ ഒരിക്കലും നശിച്ചു പോകാത്തതും എന്നേക്കും നിലനിൽക്കുന്നതുമാണ് കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നത്? നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. അത് എന്നേക്കും നിലനിൽക്കുന്നതാണ് കർത്താവ് ഒരുക്കുന്ന വാസസ്ഥലം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ പണിയുന്ന ഭവനങ്ങളും നമ്മൾ പണിയുന്ന മാളികകളാകട്ടെ കൊട്ടാരങ്ങളാകട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, ഹല്ലേലൂയ, അതിനൊക്കെ എന്തുണ്ട്? ഒരു കാലപരിമിതികളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ഭവനത്തിൽ, നമ്മൾ പണിതിരിക്കുന്ന വീടിൽ, ഹല്ലേലൂയ, അതിൽ ചേർത്തിരിക്കുന്ന സിമെന്റിന് കമ്പനിക്കാരൻ കൂടി വന്നാൽ 50 വർഷത്തിൽ കൂടുതലൊന്നും എന്ത് ചെയ്യില്ല? ഗ്യാരണ്ടി പറയുകയില്ല. മാക്സിമം 50 വർഷം, അല്ലെങ്കിൽ 50 വർഷമൊന്നും ഇപ്പം പോകുമെന്ന് തോന്നുന്നില്ല. ഹല്ലേലൂയ. അതിന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഭവനമൊക്കെ പൊളിയുവാനായിട്ട് ഇടയായിത്തീരും. അതിനൊക്കെ ആമേൻ അതൊക്കെ നശിക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ ആമേൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന വാസസ്ഥലം എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യാത്തതാ? നശിച്ചു പോകാത്തതാണ്. ഒരിക്കലും അത് ആമേൻ, ഹല്ലേലൂയ, ഇല്ലാതാകുന്നതല്ല. അത് എന്നേക്കും എന്ത് ചെയ്യുന്നതാ? നിലനിൽക്കുന്നതായ വാസസ്ഥലം. ഇത് പോയിക്കാൻ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഗ്രഹങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ആമേൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലമാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് ആമേൻ അതിനെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ മുന്നിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ കാര്യം ആമേൻ ഈ പ്രത്യാശ തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഭക്തന്മാർ പാടിയത്, എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. കാരണം ഇവിടെ കാണുന്നതൊക്കെ എങ്ങനെയുള്ളതാ?
മായയാണ്. ഹല്ലേലൂയ. ആമേൻ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഹല്ലേലൂയ പറയുന്നത് തനിക്ക് പണമുണ്ടായിരുന്നു, പ്രതാപമുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു, ജ്ഞാനമുണ്ടായിരുന്നു. ഹല്ലേലൂയ. തന്റെ ജ്ഞാനം കേൾക്കുവാൻ ദൂരദേശത്ത് നിന്ന് ആമേൻ രാജാക്കന്മാരും രാജ്ഞിമാരും സമ്മാനങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? കടന്നു വരുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യായുസ്സിൽ തനിക്ക് നേടുവാൻ കഴിയുന്നത് എല്ലാം നേടിയ ആമീൻ സകലവും നേടിയ ആമീൻ ശലോമോൻ എന്നുകൊണ്ട് പറയുകയാണ് ഈ ലോകത്തിൽ നേടുന്നതെല്ലാം എങ്ങനെയാണ്? അത് മായയാണ്. ഹല്ലേലൂയ. അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചു പോകേണ്ടതാണ്. എന്നാൽ ഹല്ലേലൂയ ആമേൻ കർത്താവ് നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വാസസ്ഥലം എന്ന് പറയുന്നത് അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ കേൾക്കുന്ന ദൈവജനമേ ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ആമേൻ ഹല്ലേലൂയ പലവിധമായ ചിന്തകൾ കടന്നു വരാറുണ്ട്. ഹല്ലേലൂയ ആമേൻ ഞാൻ ഒത്തിരി ഓടി, ഞാൻ ഒത്തിരി അധ്വാനിച്ചു, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഹല്ലേലൂയ എനിക്ക് ഒന്നുമില്ലല്ലോ എന്ന് ആമേൻ നിരാശപ്പെടുന്നവരുണ്ട്. ഹല്ലേലൂയ എന്റേതെന്ന് പറയുവാൻ എനിക്കൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ്. ഹല്ലേലൂയ. ആമേൻ നാം നേടിയതിലും നാം നേടുന്നതിലും ഒക്കെ അത്യന്തപരമായത് ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ ഭാഗ്യകരമായ ഒരു പ്രത്യാശ എന്ത് ചെയ്യണം? നമ്മെ മുന്നിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ ലോകത്തിലെ ആമേൻ അനുഗ്രഹങ്ങളെക്കാൾ അപ്പുറമായിട്ട് ഹല്ലേലൂയ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിങ്കൽ നാം ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആമേൻ ആ പദവി എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ശ്രേഷ്ഠകരമായതുമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പ്രത്യാശയിലേക്ക് ഓരോ ദിവസവും ആമേൻ മുന്നേറി ചെല്ലുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. രണ്ടാമതായിട്ട് ആമേൻ 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ ആമേൻ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 1 യോഹന്നാൻ 3:2 നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ കേൾക്കുന്ന ദൈവജനമേ ഹല്ലേലൂയ. ആ വാക്യം ഒന്നും കൂടി ഒന്ന് വായിക്കാൻ വേണ്ടി. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ ആകുകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുവാനായിട്ട് ഇടയായിത്തീരും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രണ്ടാമത്തെ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ ആരോട് സദൃശ്യന്മാരാകുമെന്നാണ്? കർത്താവിനോട് സദൃശ്യന്മാരാകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ കേൾക്കുന്ന ദൈവമേ, നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ മറ്റൊരു അനുഗ്രഹമാണ് നമ്മൾ ദൈവത്തോട് കർത്താവിനോട് സാദൃശ്യന്മാരായിട്ട് തീരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു ഹല്ലേലൂയ എല്ലാ മനുഷ്യനും പാപം ചെയ്ത് എന്ത് ചെയ്തു? ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി കളയുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മളിൽ എന്തുണ്ടായിരുന്നു? ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ രൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും എന്ത് ചെയ്തിരുന്നത്? നമ്മെ സൃഷ്ടിച്ചിരുന്നത്. ഹല്ലേലൂയ. എന്നാൽ പാപം നിമിത്തം മനുഷ്യൻ എന്ത് ചെയ്തു? ദൈവിക തേജസ് നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും ഒക്കെ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി കളയുവാനിടയായി തീർന്നു. എന്നാൽ ആമേൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നാം അവനോട് സാദൃശ്യന്മാരായി തീരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ തേജസ് നമുക്ക് ലഭിക്കുക മാത്രമല്ല ദൈവത്തോട് സാദൃശ്യന്മാരായിട്ട് നമ്മൾ മാറുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്റെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് ചെയ്യും. അതുപോലെ കേൾക്കുന്ന ദൈവജനമേ ഹല്ലേലൂയ. അവൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ അത് കേവലം ഈ ഭൂമിയിൽ ആമേൻ നൽകുന്ന എന്തെങ്കിലും രോഗസൗഖ്യമോ അതല്ലെങ്കിൽ എന്തെങ്കിലും ആമേൻ ഹല്ലേലൂയ ആമേൻ ഭൗതിക നേട്ടങ്ങളോ അല്ല. ഹല്ലേലൂയ. അതാണ് ഞാൻ പ്രാരംഭമായി പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ കർത്താവ് തനിക്കുള്ളവരോട് മാത്രം എന്ത് ചെയ്തത്? ഇത് അരുളി ചെയ്തത് അല്ലേ? ആമേൻ. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ അങ്ങനെയാ വായിക്കുന്നത്.
കർത്താവ് വിരിച്ചൊരുക്കിയ മാളികയിൽ തനിക്കുള്ളവരോട് മാത്രമായി 11 ശിഷ്യന്മാരെ മാത്രം അടുത്ത് വിളിച്ച് അവരോട് പറഞ്ഞു കൊടുത്ത അവരെ ബലപ്പെടുത്തിയ വാക്യമാണെന്ന് പോകാൻ നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന്റെ മുമ്പിൽ കടന്നു വന്ന് രോഗസൗഖ്യം പ്രാപിച്ചവരുണ്ട്, കർത്താവിന്റെ മുമ്പിൽ വന്ന് ഹല്ലേലൂയ അപ്പം കഴിച്ചവരുണ്ട്, അത്ഭുതങ്ങൾ കണ്ടവരുണ്ട്, അടയാളങ്ങൾ കണ്ടവരുണ്ട്. ഹല്ലേലൂയ. അവർക്കാർക്കുമല്ല ഈ ഭാഗ്യപദവി ദൈവം കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഈ ഭാഗ്യപദവി ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? തനിക്കുള്ളവർക്ക് വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. എനിക്കും നിനക്കും വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ കർത്താവിന്റെ വചനം വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ്. ഹല്ലേലൂയ. തനിക്കുള്ളവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഗ്രഹം എന്ന് പറയുന്നത് നാം കർത്താവിനോട് സാദൃശ്യന്മാരായി തീരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ നമുക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തെ പോലെ ആകുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ബലഹീനമുണ്ടാകാം, ഇപ്പോൾ ഹല്ലേലൂയ എനിക്ക് കളർ കുറവായിരിക്കാം, ഇപ്പോൾ ഹല്ലേലൂയ പറയത്തക്ക ഹല്ലേലൂയ സൗന്ദര്യം ഉണ്ടായിരുന്നു വരികയില്ല, പറയത്തക്കതായ ഒരു ശ്രേഷ്ഠതയും എനിക്ക് ഉണ്ടാകുകയില്ല. എന്നാൽ എൻ്റെ കർത്താവ് വരുമ്പോൾ ഹല്ലേലൂയ അവന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ അവനോട് സദൃശ്യനായി തീരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അവൻ എങ്ങനെയുള്ളവനാ? ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാ? ഹല്ലേലൂയ. 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ യോഹന്നാൻ കണ്ട കാഴ്ച ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവൻ മേഘാരൂഢനായി വരുന്നു. മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ എന്ത് ചെയ്തു? യോഹന്നാൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ എങ്ങനെയുള്ളവനാണെന്നാ പറയുന്നത്? ഹല്ലേലൂയ. അവന് തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പങ്കച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവൻ എന്ത് ചെയ്തു? അവൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ കർത്താവിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അതാണ്. ഹല്ലേലൂയ. അവനോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാദൃശ്യമുള്ളവരായി മാറുവാനിടയായി തീരുന്നത്. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ മഹാഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ദൈവത്തിനോട് സാദൃശ്യന്മാരായി തീരുവാൻ ഹല്ലേലൂയ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നതാകിയ ഹല്ലേലൂയ കർത്താവിനെ എപ്പോഴും മഹത്വപ്പെടുത്തുന്നവരായി തീരുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുമ്പോൾ ദൈവം ഒരുക്കിയിരിക്കുന്ന അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ വായിച്ച നമ്മൾ പറഞ്ഞ വേദമാണ്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിന്റെ 17. ഇങ്ങനെ നാം എപ്പോഴും എന്ത് ചെയ്യും? കർത്താവിനോട് കൂടെയായിരിക്കും. ഇതുപോലെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവിന്റെ വരവിങ്കിൽ എടുക്കപ്പെട്ട അടുത്ത പദവി എന്ന് പറയുന്നത് എന്താണ്? നാം എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെയായിരിക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ്. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ തന്നെ ആയിരിക്കുക എന്നുള്ളത് ഹല്ലേലൂയ അതാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും ഭാഗ്യ പദവി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും കർത്താവിനോട് കൂടെ. ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ച് ഹല്ലേലൂയ നമ്മുടെ കർത്താവ് എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്ന ആ ഒരു ഭാഗ്യകരമായ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കി. ഹല്ലേലൂയ. ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലേ? ഒരാളെ നമ്മൾ കൂടെ കൊണ്ട് നടക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? അതിനോട് അത്രയ്ക്ക് സ്നേഹമുണ്ടാകണം, അത് നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാകണം അല്ലേ? അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ?
അത് കൂടെ കൊണ്ട് നടക്കുകയുള്ളൂ. ഇന്ന് പോയിക്കാരനെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ നമ്മുടെ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? നമ്മളെ കൂടെ കൊണ്ടുപോകാനായിട്ട് ഇടയാക്കുന്നത്. എപ്പോഴും കർത്താവിന്റെ കൂടെ നമ്മളായിരിക്കുന്നത് നമ്മൾ എങ്ങനെയുള്ളവരായതുകൊണ്ടാണ്? ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഇന്ന് പോയിക്കാരനെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമ്മുടെ ഈ ലോകത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും നിരാശകളും നെടുവേർപ്പുകളും ഒക്കെ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, അല്പമല്ലാത്ത പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുന്നുണ്ട്? കലങ്ങി പോകുന്നുണ്ട്. നമ്മുടെ ഹൃദയം തകർന്നു പോകുന്നുണ്ട്. ഹല്ലേലൂയ. മതി കർത്താവേ, എന്തിനാണ് എനിക്ക് ഈ ഭാരം? എന്തിനാണ് എനിക്ക് ഈ വേദന? ഞാൻ എന്തിനാ ഇതൊക്കെ അനുഭവിക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാത്തവരും ദൈവത്തെ വിളിക്കാത്തവരും ഒക്കെ ഒരു കുഴപ്പവുമില്ലാതെ നടക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ എല്ലാ ഞായറാഴ്ചയും ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി സന്തോഷത്തോടെ കടന്നു പോകുന്നുണ്ട്. പിന്നെയും എനിക്ക് പരീക്ഷ, ഹല്ലേലൂയ, പിന്നെയും എന്റെ ജീവിതത്തിലാണല്ലോ കഷ്ടം എന്ന് വിചാരിച്ച് അധൈര്യപ്പെടുന്ന, മനസ്സ് പതറിപ്പോകുന്ന അല്ലെങ്കിൽ നിരാശയുടെ വാക്കുകൾ പറയുന്ന ദൈവജനമേ, ഇതുപോലെ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അവൻ ഇരിക്കുന്ന ഇടത്ത് നമ്മളെ ഇരുത്തുക മാത്രമല്ല, അവൻ എപ്പോഴും തന്നെ അരികിൽ നമ്മളെ ചേർത്ത് നിർത്തുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇപ്പോൾ നമുക്ക് ആരുമില്ല, എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എന്റെ വാക്ക് കേൾക്കുവാൻ ആരുമില്ല, ഹല്ലേലൂയ, എന്റെ കണ്ണുനീര് കാണുവാൻ ആരുമില്ല എന്നൊക്കെ നമുക്ക് പലപ്പോഴും ഇന്നുണ്ട്. പരാതികളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കർത്താവ് എന്ത് ചെയ്യും? നമ്മുടെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇതുപോലെ പ്രത്യാശയുള്ള ദൈവജനം ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത ഭാഗം 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. 2:5. അവിടെ പറയുന്ന വേദഭാഗം കുറച്ചും കൂടി വ്യക്തം എന്ന് പറഞ്ഞാൽ, കർത്താവ് എന്ത് ചെയ്യും? പ്രതിഫലം നൽകി നമ്മളെ എന്ത് ചെയ്യും? ആദരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ വായിക്കുന്ന അങ്ങനെ തന്നെയാണ്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കാൻ എന്ത് ചെയ്യും? നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഹല്ലേലൂയ. നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം എന്ത് ചെയ്യും? അത് തികയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇതുപോലെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ശുശ്രൂഷ നൽകുന്നതും അത് തികയ്ക്കുന്നതും ആരാണ്? കർത്താവാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിലെ ഉപകരണങ്ങൾ മാത്രമാണ് നാം ഓരോരുത്തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിലെ ഉപകരണങ്ങൾ. ശുശ്രൂഷ നൽകുന്നത് ആരാ? കർത്താവ്. അല്ലെങ്കിൽ അത് തികയ്ക്കുന്നത് ആരാ? അതും കർത്താവ്. ഹല്ലേലൂയ. നമ്മൾ ആരാണ്? ഉപകരണങ്ങളാണ്. ഹല്ലേലൂയ. നമ്മൾ ഉപകരണങ്ങളായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം പറയുന്നു, അതിനും ദൈവം എന്ത് ചെയ്യും? പ്രതിഫലം നൽകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ആ ഉപകരണത്തെ പ്രതിഫലം കൊടുത്ത് എന്ത് ചെയ്യുന്നതാ? ആദരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും എങ്ങനെയുള്ളതായാലും കർത്താവ് എന്ത് ചെയ്യും? അതിന് പ്രതിഫലത്തെ നൽകുവാനായിട്ട് ഇടയായിത്തീരും. ഇതുപോലെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമുക്ക് പ്രതിഫലങ്ങളെ നൽകി നമ്മളെ ആദരിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ഇതുപോലെ ഓരോരുത്തരും അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം എന്ത് ചെയ്യും? ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ എന്ത് ചെയ്യും? ശോധന ചെയ്യുമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിലെ കർത്താവിനോടുള്ള സ്നേഹം മാത്രം കൈമുതലാക്കി, ഹല്ലേലൂയ, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നാം ദൈവത്തിന് ചെയ്തതെങ്കിലും, ഹല്ലേലൂയ, അത് ദൈവത്തിന് മുമ്പാകെ ഏറ്റവും പ്രസാദമുള്ളതാണ്. അത് എന്ത് പറഞ്ഞാൽ, ഹല്ലേലൂയ, അവിടെ ദൈവം നോക്കുന്നത് നമ്മുടെ മനോഭാവത്തെ. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ, അതിന് നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതിലൂടെ നമ്മൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തോ അല്ല, നമ്മളാണോ ഉയരുവാനായിട്ട് ഇടയാക്കിയത്? ഹല്ലേലൂയ. ദൈവനാമമാണ് നമ്മൾ ഇന്ന് ഉയരുന്നതെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ നാമത്തെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നതെങ്കിൽ, ഹല്ലേലൂയ, അതിനും ദൈവം എന്ത് ചെയ്യും? പ്രതിഫലം നൽകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. വലിയ വലിയ പ്രസ്ഥാനങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും, ഹല്ലേലൂയ, വലിയ വലിയ മണിമന്ദിരങ്ങൾ
നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും, വലിയ വലിയ പേര് നമുക്ക് സമ്പാദിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും, വലിയ പ്രാസംഗികനായിട്ടോ വലിയ ശുശ്രൂഷകനായിട്ടോ വലിയ പ്രവാചകനായിട്ടോ വലിയ പണ്ഡിതനായിട്ടോ ലോകം നമ്മളെ വാഴ്ത്തി പാടിയില്ല എങ്കിലും, അല്ലിയ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നീ എന്തെങ്കിലും അവൻ ദൈവനാമത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എങ്കിൽ ദൈവം അതിന് തക്ക പ്രതിഫലം ചെയ്യും, നമുക്ക് നൽകുവാനായിട്ട് ഇടയായി തീരും. അല്ലിയ അത് തീയിൽ ഊതിക്കാച്ചിയാലും എന്തായി മാറുകയില്ല, അത് കത്തിപ്പോവുകയില്ല, അത് ഏറ്റവും ശോഭയുള്ളതായി പുറത്തു വരുവാനായിട്ട് ഇടയായി തീരും. അല്ലിയ ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലിയ അതാണ് ദൈവത്തിന് മുമ്പാകെ നമുക്കുള്ള പ്രത്യാശ. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, അല്ലിയ അത് ഏറ്റവും ശ്രേഷ്ഠകരമായതാണ്. അങ്ങനെയെങ്കിൽ ആ ശ്രേഷ്ഠകരമായ അല്ലിയ പദവിയിലേക്ക് കർത്താവ് നമ്മളെ ഉയർത്തേണ്ടതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീരും. അടുത്തതായിട്ട് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രകാരം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22:3. അവന്റെ ദാസന്മാർ അവനെ എന്ത് ചെയ്യും? ആരാധിക്കുവാനായിട്ട് ഇടയായി തീരും. കർത്താവിന്റെ വരവിന് നമ്മൾ എടുക്കപ്പെട്ട നമുക്ക് ലഭിക്കുന്ന മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ആ വാക്യം ശ്രദ്ധിക്കണം, അവന്റെ ദാസന്മാർ അവനെ എന്ത് ചെയ്യും? ആരാധിക്കുവാനായിട്ട് ഇടയായി തീരും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ആരാധിക്കുന്നില്ലേ? ഇപ്പൊ ആരാധിക്കുന്നുണ്ട്. എന്നാൽ അന്നത്തെ ആരാധനയും ഇന്നത്തെ ആരാധന എന്തുണ്ട്? വ്യത്യാസമാണ്. അല്ലേലിയ. കാരണം ഇതുവരെയും നമ്മൾ കേട്ടറിവിൽ എന്ത് ചെയ്യുന്നത്? ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലേലിയ. ഇതുവരെയും നമ്മൾ കേട്ടതും നമ്മൾ വായിച്ചതും നമ്മൾ അറിഞ്ഞതും ദൈവം നമുക്ക് നൽകിയ വെളിപ്പാടിനുള്ളതിനെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആരാധിച്ചത് കൊണ്ടിരിക്കുന്നത്. അല്ലേലിയ. എന്നാൽ അന്ന് നമ്മൾ ആരാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ സ്വന്തം കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക? അരുമനാഥനെ കാണുവാനായിട്ട് പോകുക. അല്ലേലിയ. അവിടെയുള്ള ശ്രേഷ്ഠകരമായ വസ്തുവകളെ നമ്മൾ എന്ത് ചെയ്യുക? കാണുവാനായിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കാണുവാനായിട്ട് ഇടയായിത്തീരുക. അല്ലേലിയ. നമ്മളിത് പാടിയത് അങ്ങനെ തന്നെ. അവിടെ എന്തുണ്ട്? ജീവജല നദിയുണ്ട്, അവിടെ ജീവവൃക്ഷമുണ്ട്, അതിന്റെ ഫലമുണ്ട്. അല്ലേലിയ. അവിടെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ശ്രേഷ്ഠകരമായ അനേക അനുഗ്രഹങ്ങളുണ്ട്. അല്ലേലിയ. അവിടുത്തെ വീതി സ്വച്ഛ വീതി എങ്ങനെയുള്ളതാണ് പറയുന്നത്? സ്വച്ഛ സ്ഫടിക തുല്യമായ വീതികളും. അല്ലേലിയ. അങ്ങനെയുള്ള ആ ദേശം കണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുന്നത്. അല്ലേലിയ. അത് കണ്ടുകൊണ്ട് ആരാധിക്കുമ്പോൾ നമ്മുടെ ആരാധനയിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അല്ലേലിയ. അതുകൊണ്ടാണ് പറയുന്നത് അവന്റെ ദാസന്മാർ അവനെ എന്ത് ചെയ്യും? ആരാധിക്കുവാനായിട്ട് ഇടയായി തീരും. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാരെന്ത് ചെയ്യും? അവനെ ആരാധിക്കുവാനായിട്ട് ഇടയായി തീരും. ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, അല്ലേലിയ, അവിടെയും ഒരു ആരാധന ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുക്കിയിട്ടുണ്ട്. അല്ലേലിയ. ആ ആരാധനയുടെ പ്രത്യേകത, അല്ലേലിയ, ഇവിടെ നമ്മൾ ആരാധിക്കുന്നത് പോലെ അലക്ഷ്യമായിരുന്നുള്ള ആരാധനയല്ല. അല്ലേലിയ. ഇങ്ങനെയുള്ള താളമേളങ്ങളോടുള്ള ആരാധനയല്ല. അല്ലേലിയ. നമ്മുടെ അല്ലേലിയ സ്വർഗീയ മണവാളനെ മുഖാമുഖം കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ആരാധിക്കുവാൻ വേണ്ടി പോവുക. അല്ലേലിയ. ഇതുവരെയും അല്ലേലിയ ആരെങ്കിലും ഒക്കെ എഴുതി വെച്ച വാക്കുകൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. അല്ലേ? അല്ലേലിയ. യോഹന്നാൻ എഴുതി വെച്ചതാ സ്വച്ഛ സ്ഫടിക തുല്യമായ വീതികൾ എന്ന്. അല്ലേലിയ. അവിടെ ജീവവൃക്ഷത്തിന്റെ ഫലമുണ്ട് എന്ന്, അവിടെ ജീവവൃക്ഷമുണ്ടെന്നുള്ളതൊക്കെ യോഹന്നാൻ അല്ലേലിയ തന്റെ വെളിപ്പാടിനാൽ എഴുതി വെച്ചതിനെ വായിച്ച് ദൈവസന്നിധിയിൽ സന്തോഷിച്ച് ദൈവത്തെ ആരാധിച്ചവരാണ് നമ്മൾ. അല്ലേലിയ. എന്നാൽ അല്ലേലിയ കർത്താവിന്റെ വരവിലേക്ക് നമ്മൾ എടുക്കപ്പെടുമ്പോൾ അത് നമ്മൾ കടവഴിയായി കാണുവാൻ വേണ്ടി പോകുക, അത് നമ്മൾ നേരിട്ട് കാണുവാൻ വേണ്ടി പോകുക. അല്ലേലിയ. പിന്നെ വേറെ ഒരാളുടെ വാക്കിന്റെ വർണ്ണന നമുക്ക് വേണ്ടേ വേണ്ട. അല്ലേലിയ. വേറെ ഒരാളിന്റെ വിശേഷണം നമുക്ക് വേണ്ടേ വേണ്ട. അല്ലേലിയ. നമ്മൾ കണ്ടതിനെ കണ്ടുകൊണ്ട് നമ്മുടെ സ്വന്തം കണ്ടുകൊണ്ട് തന്നെ കണ്ട് നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യും? ആരാധിക്കുവാനായിട്ട് ഇടയായിത്തീരും. അല്ലേലിയ. ഇതുപോലെ അവനെ കേൾക്കുന്ന ദൈവജനമേ, അല്ലേലിയ, അവന്റെ ദാസന്മാർ അവനെ എന്ത് ചെയ്യും? ആരാധിക്കുവാനായിട്ട് ഇടയായിത്തീരും. അല്ലേലിയ. അങ്ങനെ ഒരു ഭാഗ്യം ദൈവം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലേലിയ. ഇതുപോലെ അവനെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുന്നു വെക്കുക. അല്ലേലിയ. കർത്താവിന്റെ വരവിനോടുകൂടി നമ്മൾ ആയിരിക്കുന്നു വെക്കില്ല. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിഫലം, വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് അവനെ മുഖാമുഖം കണ്ട് അവനെ ആരാധിക്കുക എന്നുള്ളതാണ്. അല്ലേലിയ. ആ ഒരു ഭാഗ്യം ദൈവം നമുക്ക് വീണ്ടും നൽകട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അല്ലേലിയ.
ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന അടുത്തൊരു ഭാഗമുണ്ട്. അവൻ നമ്മളെ എന്ത് ചെയ്യും? വിവാഹം കഴിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. ദൈവസഭ ആമേൻ കർത്താവിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ കാന്തയാ മണവാട്ടി. ഹല്ലേലൂയ. ആമേൻ സ്വർഗ്ഗത്തിൽ വെച്ച് ആമേൻ കാന്തയാ മണവാട്ടിയെ മണവാളൻ എന്ത് ചെയ്യും? വഴി കഴിക്കുവാനായിട്ട് ഇടയായി തീരും. അതും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു അനുഗ്രഹമാണ് എന്ന് ഇന്ന് പോൽക്കാലം നമ്മൾ പറഞ്ഞു പോകുന്നത്. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ ആമേൻ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ഈ വചനം വിശ്വാസ യോഗ്യമാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം. അങ്ങനെയെങ്കിൽ നാം എന്ത് ചെയ്യുമെന്ന് പറയുന്നത് താഴെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നാം അവനോട് കൂടി കർത്താവിനോട് കൂടി വാഴുവാനായിട്ട് ഇടയായിത്തീരും. ഇത് പോൽക്കാലം കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ. കർത്താവിനോട് വാഴുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ആമേൻ അതിന്റെ യഥാർത്ഥ അർത്ഥം ഭരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആമേൻ ആ ശ്രേഷ്ഠകരമായ അനുഗ്രഹം എന്ന് പറയുന്നത് നാം ലോകത്തെ എന്ത് ചെയ്യും? ഭരിക്കുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവിനോട് കൂടിയിരുന്ന് ആമേൻ ഭരണത്തിൽ പങ്കാളികളായി തീരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളെ ആരും ഒന്നിനും ആമേൻ അടുപ്പിച്ചൊന്നും വരികയില്ല. ഹല്ലേലൂയ. നമ്മോട് ആരും ഒരു അഭിപ്രായം ചോദിച്ചൊന്നും വരികയില്ല. ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം ഭവനത്തിൽ പോലും നമുക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായെന്ന് വരികയില്ല. ഹല്ലേലൂയ. ആമേൻ നമ്മുടെ വാക്കിനാരും ആമേൻ മുഖവിലയ്ക്ക് എടുത്തില്ല എന്ന് വരും. എന്നാൽ ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോട് ഒരുങ്ങി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ ദൈവം ചേർത്ത് കഴിയുമ്പോൾ ഹല്ലേലൂയ അവൻ നമ്മെ എന്താക്കി മാറ്റുകയാണ്? അവന്റെ ഭരണത്തിൽ ആമേൻ പങ്കാളികളാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. നാം അവരോടുകൂടി വാഴുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ആമേൻ ക്രിസ്തീയ ജീവിതത്തിലെ ആ ഒരു വലിയ പ്രത്യാശയ്ക്കായിട്ട്, കാരണം ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ ആരാണ്? രാജകീയ പുരോഹിത വർഗമാണ്. ഹല്ലേലൂയ. രാജകീയ പുരോഹിത വർഗമായി നമ്മൾക്ക് ആമേൻ ഭരിക്കുവാനുള്ള അവകാശവും അധികാരവും ആരെ നൽകിയിരിക്കുന്നത്? നമ്മുടെ കർത്താവ് നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഹല്ലേലൂയ നാം എടുക്കപ്പെട്ടാൽ, ഹല്ലേലൂയ കർത്താവിനോട് വാഴുവാൻ നാം തിരഞ്ഞെടുക്കപ്പെട്ടാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും ഭാഗ്യകരമായ അനുഗ്രഹങ്ങളെയാണ് ഇന്ന് പോൽക്കാൻ നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. ആമേൻ. ദൈവവചനം പറയുന്നു നാം അവനോടുകൂടി വാഴുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ നമ്മെ വേളി കഴിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാൻ നമ്മൾ കേട്ടതുപോലെ ഹല്ലേലൂയ എപ്പോഴും നാം കർത്താവിനോട് കൂടെയായിരിക്കും. ഹല്ലേലൂയ. ആ ദൈവം നമുക്ക് പ്രതിഫലം നൽകി നമ്മെ ആദരിക്കുവാനായിട്ട് ഇടയായി തീരും. അങ്ങനെയെങ്കിൽ ആമേൻ ഇന്ന് പോൽക്കാൻ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ ആമേൻ നാം കർത്താവിനോട് സാദൃശ്യന്മാരായി തീരുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ കർത്താവ് ആമേൻ താനെ ഇരിക്കുന്നത് പോലെ ആമേൻ തന്നെ എന്ത് ചെയ്യും? നമ്മൾ കാണുവാനായിട്ട് ഇടയായി തീരും. ഇങ്ങനെയുള്ള ആ ശ്രേഷ്ഠകരമായ അനുഗ്രഹങ്ങളെ അനുഭവിക്കുവാൻ, ഹല്ലേലൂയ ശ്രേഷ്ഠകരമായ ഈ അനുഗ്രഹങ്ങളെ ആമേൻ പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ആമേൻ സഹായിക്കുവാനാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം.